ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ചില ആൾക്കാർക്കെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേദന കൂടുതലാവുമ്പോൾ അവരുടെ ശരീരം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. ഈ അവസ്ഥയ്ക്ക് പറയുന്നതാണ് സയാറ്റിക് സ്കോളിയോസിസ് അല്ലെങ്കിൽ നോൺ സ്ട്രക്ചറൽ സ്കോളിയോസിസ്. ഒരു ടെമ്പററി ഫിനോമിനയാണ്. അതായത് നിവർന്ന് നിൽക്കുമ്പോൾ വേദനയുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെയാണ് നമ്മളെ ആ പോസ്ചർ അങ്ങനെ നിൽക്കുന്നത്. റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്ന പൊസിഷനിൽ വരുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം റിലാക്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ ആ കർവേച്ചർ തിരിച്ച് നോർമൽ ഇതിലാവുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെ നോൺ സ്ട്രക്ചറൽ സ്കോളിയോസിസ് എന്നാണ് പറയുന്നത്. സ്ട്രക്ചറൽ സ്കോളിയോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം തന്നെ ആ സ്പൈനിൻ്റെ കർവ് അതുപോലെ തന്നെ ഉണ്ടാവും. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ ഈ തരം സ്കോളിയോസിസിൻ്റെ കൂടെ നമുക്കുണ്ടാകുന്ന കലശലായ വേദനയാണ് ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു പേടിയാണ്, ഇനി ഇത് മാറില്ലേ, അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ഈ പൊസിഷനിൽ തന്നെ ആവുമോ എന്നൊക്കെ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മസിൽസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുക. ഇൻഫ്ലമേഷൻ കുറഞ്ഞതിന് ശേഷം ഒരു അസുഖം തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായിട്ടുള്ള എക്സസൈസ്. ഇടയ്ക്കിടയ്ക്ക് നടുവേദന വന്ന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ.